STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഴഞ്ഞി മാർത്തോമ LP സ്കൂളിൽ പ്ലാസ്റ്റിക് വിരുദ്ധ ബോധവൽക്കരണം നടന്നു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ്, പ്രതിഷേധവുമായി BJP. കുന്നംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ പക്ഷാചരണം നടത്തി. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യം നിറയുന്നതായി പരാതി. അന്താരാഷ്ട്ര യോഗ ദിനാചരണം. കുന്നംകുളം പ്രസ് ക്ലബും പതഞ്ജലി ആരോഗ്യ ഗ്രൂപ്പും സംയുക്തമായി യോഗ ദിനാചരണം നടത്തുന്നു. ഗുരുവായൂർ ദേവസ്വം ഗ്രന്ഥശാലയുടെ വായന ദിനാചരണത്തിൽ എഴുത്തുകാരെ ആദരിച്ചു. വാർത്തകൾ വിശദമായി. പഴഞ്ഞി മാർത്തോമ LP സ്കൂളിൽ പ്ലാസ്റ്റിക് വിരുദ്ധ ബോധവൽക്കരണം നടന്നു. പഴഞ്ഞി മാർത്തോമ LP സ്കൂളിൽ പ്ലാസ്റ്റിക് വിരുദ്ധ ബോധവൽക്കരണം നടന്നു. എല്ലാ വിദ്യാർത്ഥികളും പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾ ഉപേക്ഷിക്കുകയും പകരം സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിലുകൾ കൊണ്ടുവരാൻ ആരംഭിക്കുകയും ചെയ്തു. പ്ലാസ്റ്റിക് സമൂഹത്തിലുണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ ബോധവൽക്കരണം നടത്തി. വിദ്യാർത്ഥികൾ പ്ലാസ്റ്റിക് വിരുദ്ധ പ്രതിജ്ഞയെടുക്കുകയും ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും പകർത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രധാന അധ്യാപകൻ ലൈനു PK പ്ലാസ്റ്റിക് വിരുദ്ധ ബോധവൽക്കരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അധ്യാപകരായ CK ശോഭകുമാരി, CV PT, PK അഫ്സൽ, അജി സി ജിനു, നവ്യ വർഗീസ്, PTA പ്രസിഡന്റ് സാബു ഐനൂർ എന്നിവർ നേതൃത്വം നൽകി. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് ഈ വർഷം എല്ലാ കുട്ടികളും പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ മാറ്റി സ്റ്റീൽ വാട്ടർ ബോട്ടിൽ HM നിർദ്ദേശപ്രകാരം കുട്ടികളൊക്കെ വാങ്ങി. കുട്ടികളും പ്ലാസ്റ്റിക് കളയണം. എല്ലാ കുട്ടികളും സ്റ്റീലിന്റെ കുപ്പി കൊണ്ടുവരണം. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ്, പ്രതിഷേധവുമായി BJP. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ദിനംപ്രതി 1000-ഓളം പനി ബാധിതർ എത്തിച്ചേരുമ്പോൾ ഇവരെ പരിശോധിക്കാൻ കേവലം 2 ഡോക്ടർമാർ മാത്രമാണ് ഉള്ളത്. എന്നാൽ രാത്രിയിൽ 1 ഡോക്ടർ മാത്രമാണ് ഡ്യൂട്ടിയിലുള്ളത്. ഇതുമൂലം വൈകിട്ട് 5 മണിക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികൾ പരിശോധന കഴിഞ്ഞു പോകുമ്പോൾ രാത്രി 12 മണി വരെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയിലാണ്. കുന്നംകുളത്ത് പനി മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടുവരുമ്പോൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട ആരോഗ്യ വിഭാഗത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കുന്നംകുളം നഗരസഭയിലെ BJP കൗൺസിലർമാർ ഗവൺമെന്റ് ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തി. സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കുന്നംകുളം നഗരസഭാ കൗൺസിലർ KK മുരളി സംസാരിച്ചു. ആശുപത്രിയുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക. ആശുപത്രിയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക. ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. വെറുതെ തുടർച്ചയായി ജനപ്രതിനിധികളുടെയും അക്രീസി കമ്മിറ്റി മീറ്റിംഗ് വിളിച്ച് ചർച്ചയും പിരിയുക എന്നല്ലാതെ ശാശ്വതമായൊരു തീരുമാനമെടുക്കാനോ അത് നടപ്പിലാക്കാനോ ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ ഇന്ന് ഈ ആശുപത്രിക്ക് മുന്നിൽ ധർണയിരിക്കുന്നത്. കുന്നംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ പക്ഷാചരണം നടത്തി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാ പക്ഷാചരണം കുന്നംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മിഷ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സുമാ ഗംഗാധരൻ അധ്യക്ഷയായിരുന്നു. പ്രമുഖ ചലച്ചിത്ര നടനും അവതാരകനും സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ VK ശ്രീരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ മണികണ്ഠലാൽ സ്വാഗതവും ഫാത്തിമ ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി. വിദ്യാർത്ഥിനി അശ്വതി സന്ദേശം നൽകി. പ്രിൻസിപ്പാൾ ശ്രീമതി ഷൈജ, PTA പ്രസിഡന്റ് ശ്രീ ജോബി രാസി, SMC ചെയർമാൻ ശ്രീ TS മണികണ്ഠൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഉള്ളിലുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും മറ്റു ചിന്തകളൊക്കെ കുട്ടികളുടെ മുഖത്ത് നോക്കുമ്പോൾ അവരുടെ കണ്ണുകളുടെ നിഷ്കളങ്ക ദിവസവും താഴേക്ക് വരുമ്പോഴൊക്കെ അവരുടെ മനസ്സിന്റെ ഭാരം ലഘൂകരിച്ച് പോകുന്നുണ്ട്. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യം നിറയുന്നതായി പരാതി. ചിറക്കൽ പൊതു ശ്മശാനത്തിനടുത്തുള്ള റോഡരികിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. ചിറക്കലിൽ നിന്ന് കാഞ്ഞിരമുക്കിലേക്കുള്ള എളുപ്പ വഴിയായ ഇതിലൂടെ ഇപ്പോൾ നാട്ടുകാർക്ക് വഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത്. തെരുവ് നായ്ക്കളുടെ വലിയൊരു കൂട്ടം തന്നെ ഇവിടെയുണ്ട്. പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നുണ്ടെന്ന് പരാതിയുണ്ട്.
പനി പടർന്നു പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് പഞ്ചായത്ത് മുൻകൈയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778. വാർത്തകൾ തുടരുന്നു. അന്താരാഷ്ട്ര യോഗ ദിനാചരണം. കുന്നംകുളം പ്രസ് ക്ലബും പതഞ്ജലി ആരോഗ്യ ഗ്രൂപ്പും സംയുക്തമായി യോഗ ദിനാചരണം നടത്തുന്നു. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രസ് ക്ലബും പതഞ്ജലി ആരോഗ്യ കേന്ദ്രയും സംയുക്തമായി നാളെ രാവിലെ 12-ന് മരത്തങ്കോട് ബ്ലൂമിംഗ് ബഡ്സ് ബെതാനിയ സ്കൂളിൽ യോഗ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികളായ PG ജയപ്രകാശ്, ഡെന്നി പുലിക്കോട്ടിൽ, ഷാജി ആലിക്കൽ, മഹേഷ് തിരുത്തിക്കാട് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ യോഗാചാര്യൻ അനീഷ് ഇയാൽ ക്ലാസ് എടുക്കും. കുന്നംകുളം പ്രസ് ക്ലബ്ബ് പതഞ്ജലിയുമായി സഹകരിച്ച് വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബെതാനിയ സ്കൂളിൽ വെച്ച് ദിനാചരണം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ട് രാവിലെ ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന ദിനാചരണം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ആ ചടങ്ങിൽ രജനി സ്കൂൾ
അധ്യക്ഷപ്പെടുത്തിയതാണ്. ഗുരുവായൂർ ദേവസ്വം ഗ്രന്ഥശാലയുടെ വായന ദിനാചരണത്തിൽ എഴുത്തുകാരെ ആദരിച്ചു. ഗുരുവായൂർ ദേവസ്വം മതഗ്രന്ഥശാലയുടെ വായനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി എഴുത്തുകാരായ ഡോക്ടർ സുലോചന നാലപ്പാട്ടിനെയും രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെയും ആദരിച്ചു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങുകൾ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ എൻ പീതാംബരക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റേഞ്ച് IG MR അജിത് കുമാർ മുഖ്യ അതിഥിയായിരുന്നു. മതഗ്രന്ഥശാലയുടെ പ്രാധാന്യത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ VP ഉണ്ണികൃഷ്ണൻ വിശദീകരിച്ചു. ദേവസ്വം ചെയർമാൻ പൊന്നാട ചാർത്തി ഫലകവും നൽകി. ഡോക്ടർ സുലോചന നാലപ്പാട്ടിനെയും രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെയും ആദരിച്ചു. ദേവസ്വവുമായി ബന്ധപ്പെട്ട അപൂർവ ശേഖരങ്ങളുള്ള R പരമേശ്വരനെയും കളമെഴുത്തിന്റെ പ്രതിഭ മണികണ്ഠൻ കല്ലാറ്റിനെയും ദേവസ്വത്തിലെ മികച്ച വായനക്കാരായി തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ചടങ്ങിൽ ആദരിച്ചു. ദേവസ്വം മെമ്പർ K കുഞ്ഞുണ്ണി, അഡ്മിനിസ്ട്രേറ്റർ CC ശശിധരൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. വിപണി അടയ്ക്ക പഴയത് 4200 രൂപ മുതൽ 4300 രൂപ വരെ, പുതിയത് 4100 രൂപ മുതൽ 4467 രൂപ വരെ, രണ്ടാം തരം 2800 രൂപ മുതൽ 3350 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴഞ്ഞി മാർത്തോമ LP സ്കൂളിൽ പ്ലാസ്റ്റിക് വിരുദ്ധ ബോധവൽക്കരണം നടന്നു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ്, പ്രതിഷേധവുമായി BJP. കുന്നംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ പക്ഷാചരണം നടത്തി. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യം നിറയുന്നതായി പരാതി. അന്താരാഷ്ട്ര യോഗ ദിനാചരണം. കുന്നംകുളം പ്രസ് ക്ലബും പതഞ്ജലി ആരോഗ്യ ഗ്രൂപ്പും സംയുക്തമായി യോഗ ദിനാചരണം നടത്തുന്നു. ഗുരുവായൂർ ദേവസ്വം ഗ്രന്ഥശാലയുടെ വായന ദിനാചരണത്തിൽ എഴുത്തുകാരെ ആദരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.